പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദത്തിൻ്റെ നേരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് മാറി. അവന് നഗ്നത അനുഭവപ്പെട്ടു, വെറുപ്പ് അനുഭവപ്പെട്ടു, ഭയം അനുഭവപ്പെട്ടു. ഇതൊക്കെയാണ് സംഭവിച്ചത്. ആ ചിന്തയാണ് ദൈവം തിരുത്തുന്നത്. നീ നഗ്നനാണ് നിന്നോട് ആര് പറഞ്ഞു? ഈ ദൈവം ഇന്നും നമ്മളോട് ചോദിക്കുന്ന ചോദ്യം നമ്മുടെ ചിന്തയെ തിരുത്താൻ ആഗ്രഹിക്കുന്നു. നിന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? നീ എന്ത് ചെയ്താലും ഗുണം പിടിക്കുകയില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? നീ ഒരു പരാജയമാണ് എന്ന് നിന്നോട് ആര് പറഞ്ഞു? നിന്നോട് ആർക്കും ഇഷ്ടമില്ല എന്ന് നിന്നോട് ആരോട് പറഞ്ഞത്? നിന്നെ കാണാൻ കൊള്ളിയാലെന്ന് നിന്നോട് ആര് പറഞ്ഞു? നിനക്കിനി ഒരു ഭാവിയില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഉണ്ടോ? ദൈവം പറയാത്ത ഈ കാര്യങ്ങൾ എങ്ങനെ നിന്റെ ഉള്ളിലുണ്ടായി? നമ്മൾ മനസ്സിലാക്കണം, ഇത് ദൈവം പറയാത്തതാണ്. ഒരു നെഗറ്റീവ് ചിന്തയും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. അപ്പം നെഗറ്റീവ് ചിന്ത നമ്മുടെ തലയിൽ വന്നാൽ, അപ്പോൾ ആദ്യമായിട്ട് ദൈവം മനുഷ്യനെ പഠിപ്പിച്ചൊരു കാര്യമാണിത്. ഞാൻ പറയാത്ത ഈ കാര്യം നിനക്ക് എവിടുന്നാണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് ചിന്ത ഒരിക്കലും ദൈവം തരുന്നതല്ല. അപ്പോൾ ഒരു നെഗറ്റീവ് ചിന്ത തലയിലേക്ക് വന്നാൽ അത് പിന്നെ എവിടെ നിന്ന് വന്നതായിരിക്കും? ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് വരുന്നത്? സാത്താനിൽ നിന്ന് വരുന്നതാണ്. ചെകുത്താൻ നുണയനാണ്. അതുകൊണ്ട് ആ നെഗറ്റീവ് ചിന്ത എന്നതൊരു നുണചിന്തയാണ്.